നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളൊരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്തിരുന്നു. അത് നിവാബൂപ്പയുടെ റീഅഷ്യൂർ 3.0 എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആയിരുന്നു. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്ന പ്രോഡക്റ്റ് നിവാബൂപ്പയുടെ തന്നെ തൊട്ട് മുമ്പത്തെ പ്രോഡക്റ്റ് ആണ്. പേര് റീഅഷ്യൂർ 2.0. ആദ്യം നമുക്ക് ഈ പ്രോഡക്റ്റിന്റെ വേരിയന്റുകളെ പറ്റി നോക്കാം. 4 വേരിയന്റുകളാണ് നിവാബൂപ്പ റീഅഷ്യൂർ 2.0-ലുള്ളത്. ഗോൾഡ് പ്ലസ്, ഡയമണ്ട് പ്ലസ്, പ്ലാറ്റിനം പ്ലസ്, ടൈറ്റാനിയം പ്ലസ്. ഇതാണ് ഈ 4 വേരിയന്റുകളുടെ പേര്. ഇതിൽ ഏറ്റവും ടോപ്പ് വേരിയന്റ് ടൈറ്റാനിയം പ്ലസ് ആണ്. ആദ്യമായി നമുക്ക് ഈ പ്രോഡക്റ്റിലെ ഇൻബിൽട്ട് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് റൂം റെന്റ്. നിവാബൂപ്പ റീഅഷ്യൂർ 3.0-ൽ നമ്മൾ പറഞ്ഞിരുന്നു ഓരോ വേരിയന്റിനും സെലക്ട് ചെയ്യാവുന്ന റൂമുകൾക്കൊരു പരിധി ഉണ്ടായിരുന്നു. പക്ഷേ 2.0-ൽ അങ്ങനെയല്ല. ഏത് വേരിയന്റിനും ഏത് റൂം വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ റൂം റെന്റിന് ലിമിറ്റ് ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ICU, CCU, മെഡിക്കൽ എക്സ്പെൻസ്, ഫാർമസി കോസ്റ്റ്, ഓപ്പറേഷൻ തിയേറ്റർ ചെലവുകൾ, കീമോതെറാപ്പി, ഡയാലിസിസ് ചെലവുകൾ തുടങ്ങിയവയെല്ലാം തന്നെ ഇതിൽ കവർ ചെയ്യുന്നതാണ്. അടുത്തത് എയർ ആംബുലൻസിന്റെ ഫെസിലിറ്റി നമുക്ക് നോക്കാം. എയർ ആംബുലൻസ് എന്താണെന്ന് നമുക്കറിയാം. നമ്മളൊരു അത്യാവശ്യ ഘട്ടത്തിൽ നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് എത്തണമെങ്കിൽ വിമാനമോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററോ ആവശ്യമായി വരുന്ന സിറ്റുവേഷനാണ് എയർ ആംബുലൻസ് എന്ന് പറയുന്നത്. ഇവിടെ കമ്പനി 2,50,000 രൂപ വരെ എയർ ആംബുലൻസിനായി ഒരു ഹോസ്പിറ്റലൈസേഷന് അനുവദിക്കുന്നുണ്ട്. അതുപോലെ റോഡ് ആംബുലൻസിന്റെ കേസ് ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ചിലവ് അത് അതായത് മാക്സിമം സം ഇൻഷുർഡ് വരെ കമ്പനി നൽകുന്നുണ്ട്. അടുത്തത് മോഡേൺ ട്രീറ്റ്മെന്റ് ആണ്. നമുക്കറിയാം ഇപ്പോൾ മോഡേൺ ട്രീറ്റ്മെന്റ് വളരെ കോമൺ ആണ്. ഒരുമാതിരി എല്ലാ ആശുപത്രിയിലും മോഡേൺ ട്രീറ്റ്മെന്റ് സൗകര്യം ലഭിക്കുന്നുണ്ട്. റോബോട്ടിക് സർജറി ഒക്കെ മോഡേൺ ട്രീറ്റ്മെന്റിൽ വരുന്നതാണ്. നേരത്തെ നിവാബൂപ്പ റീഅഷ്യൂർ 2.0-ൽ ഒരു നിശ്ചിത എമൗണ്ട് കമ്പനി അനുവദിച്ചിട്ടുണ്ടായിരുന്നു മോഡേൺ ട്രീറ്റ്മെന്റിന്. എന്നാൽ ഇപ്പോൾ അതെടുത്ത് മാറ്റി സം ഇൻഷുർഡ് വരെയുള്ള തുക മോഡേൺ ട്രീറ്റ്മെന്റിനായിട്ട് ലഭിക്കുന്നുണ്ട്. പ്രീ ഹോസ്പിറ്റലൈസേഷനും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും നമുക്കറിയാം. നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് നമുക്കാകുന്ന ചിലവുകൾ, മരുന്ന് വാങ്ങാനും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനും ഒക്കെ, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഡിസ്ചാർജ് ആയതിനു ശേഷം വരുന്ന ചിലവുകളാണ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചിലവുകൾ. ഇത് നിവാബൂപ്പ റീഅഷ്യൂർ 2.0-ൽ 60 ദിവസവും 180 ദിവസവുമാണ് യഥാക്രമം വരുന്നത്. അതായത് 60 ദിവസത്തെ പ്രീ ഹോസ്പിറ്റലൈസേഷന്റെ ചെലവും 180 ദിവസത്തെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷന്റെ ചെലവും കമ്പനി വഹിക്കും. ഇനി ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ കാര്യം എടുത്താൽ, പോളിസി ഉള്ള ആളാണ് ഓർഗൻ സ്വീകരിക്കുന്നതെങ്കിൽ ആ ഒരു സർജറിയുടെ പുറമെ ഓർഗൻ തരുന്ന ആളുടെ, അതായത് ഓർഗൻ ഡോണറിന്റെ ചെലവ് കൂടി കമ്പനി വഹിക്കുന്നതാണ്. ഇനി പോളിസി ഹോൾഡർ ഓർഗൻ ഡൊണേറ്റ് ചെയ്യുവാണെങ്കിൽ ആ സർജറിക്കുള്ള തുകയും കമ്പനി വഹിക്കും. എന്നാൽ ഓർഗന്റെ ഒരു തുക കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അടുത്ത ഒരു ബെനിഫിറ്റ് ആണ് ഹോം കെയർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഡൊമിസിലറി ട്രീറ്റ്മെന്റ്. നമുക്ക് ഡോക്ടറിന്റെ പെർമിഷനോടുകൂടി മാത്രം വീട്ടിൽ ഉള്ള ചികിത്സയാണ് ഇത്. ഇതും കമ്പനി കവർ ചെയ്യുന്നുണ്ട്. അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ആനുവൽ ചെക്കപ്പ്. ഇത് നിവാബൂപ്പ റീഅഷ്യൂർ 3.0-ൽ ഒരു റൈഡറായിട്ടായിരുന്നു വരുന്നത്. എന്നാൽ 2.0-ൽ ഇത് ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഒരു വർഷത്തിൽ 10,000 രൂപ വരെ മാക്സിമം കമ്പനി ഒരു ഹെൽത്ത് ചെക്കപ്പിനായി നമുക്ക് അനുവദിക്കും. കമ്പനി തന്നിരിക്കുന്ന ഒരു സ്പെസിഫിക് ലിസ്റ്റിൽ നിന്നും ഏത് ടെസ്റ്റുകൾ വേണമെങ്കിലും വർഷത്തിൽ ഒരിക്കൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത ഒരു ഇൻബിൽട്ട് ആയിട്ടുള്ള ഫീച്ചറിന്റെ പേരാണ് റീഅഷ്യൂർ ഫോർ എവർ. നിങ്ങളുടെ സം ഇൻഷുർഡ് 10 ലക്ഷം ആണെങ്കിൽ ആദ്യത്തെ ക്ലെയിമിന് ശേഷം ഓരോ വർഷവും ഈ 10 ലക്ഷം വെച്ച് നിങ്ങളുടെ പോളിസിയിൽ ആഡ് ആയിക്കൊണ്ടിരിക്കും. ഇത് അൺലിമിറ്റഡ് ടൈംസ് ആയിരിക്കും. നിവാബൂപ്പയുടെ തന്നെ ഒരു പ്രത്യേകതയായിരുന്നു ലോക്ക് ദ ക്ലോക്ക് എന്ന് പറയുന്ന ഫീച്ചർ. ലോക്ക് ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എൻട്രി ടൈമിലെ പ്രീമിയമാണ് നമ്മൾ തുടർന്നും അടയ്ക്കേണ്ടത്. ഈ ലോക്ക് ദ ക്ലോക്ക് ഫെസിലിറ്റിയിലൂടെ നമുക്ക് അങ്ങനെ ഒരു ഗുണം ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഏജ് സ്ലാബ് വെച്ചിട്ടാണ്. നമ്മളുടെ ഏജ് ഓരോ സ്ലാബ് മാറുമ്പോഴേക്കും നമ്മുടെ പ്രീമിയത്തിൽ ചെറിയ വർധന ഉണ്ടാവും. എന്നാൽ ലോക്ക് ദ ക്ലോക്ക് ഫെസിലിറ്റിയിലൂടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത്, പോളിസിയിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് എത്രയാണോ നമ്മളുടെ പ്രീമിയം, ആ ഒരു പ്രീമിയം തന്നെ നമുക്ക് തുടർന്ന് അടച്ചാൽ മതി ഫസ്റ്റ് ക്ലെയിം വരുന്നത് വരെ. ഓക്കെ, ആദ്യത്തെ ക്ലെയിം വന്നാൽ ഈ ലോക്ക് ദ ക്ലോക്ക് ഫെസിലിറ്റി അവിടെ കട്ടാവുന്നതാണ്. ആദ്യത്തെ ക്ലെയിം വരുന്നത് വരെ ഈ ഒരു തുക തന്നെ നമുക്ക് അടച്ചാൽ മതി. ഈ ഒരു ഫെസിലിറ്റി ഇൻബിൽട്ട് ആയിട്ട് നിവാബൂപ്പ റീഅഷ്യൂർ 2.0-ൽ വരുന്നുണ്ട്. എന്നാൽ ആദ്യ 2 വേരിയന്റുകളിൽ ഈ ഒരു ലോക്ക് ദ ക്ലോക്ക് ഫെസിലിറ്റി ലഭ്യമല്ല. ഇത് ലഭ്യമാകുന്നത് അവസാനത്തെ ടോപ്പ് 2 വേരിയന്റുകളായ പ്ലാറ്റിനം പ്ലസിലും ടൈറ്റാനിയം പ്ലസിലും മാത്രമാണ്. പ്ലാറ്റിനം പ്ലസിലും ടൈറ്റാനിയം പ്ലസിലും നമ്മൾ ഉപയോഗിക്കാത്ത സം ഇൻഷുർഡ് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഒരു ഫീച്ചർ കൂടി ഉണ്ട്. അതായത് നമ്മൾ 10 ലക്ഷം രൂപയാണ് സം ഇൻഷുർഡ് എന്ന് വയ്ക്കുക. ഇത് നമ്മൾ ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ആകും. പ്ലാറ്റിനം പ്ലസിൽ ഇത് 5 മടങ്ങും,
ടൈറ്റാനിയം പ്ലസിൽ ഇത് 10 മടങ്ങുമാണ് ക്യാരി ഫോർവേഡ് ആവുന്നത്. അതുപോലെ നിവാബൂപ്പയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സ്മാർട്ട് വാച്ചുമായി കണക്ട് ചെയ്ത് നമ്മൾ ഡെയിലി 1000 സ്റ്റെപ്സ് വെച്ച് നടന്നാൽ നമുക്ക് അടുത്ത റിന്യൂവലിന് 30% പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞു നമുക്ക് ഏത് റൂം വേണമെങ്കിലും സെലക്ട് ചെയ്യാമെന്ന്. എന്നാൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഷെയർഡ് അക്കോമഡേഷൻ ആണെങ്കിൽ 15 ലക്ഷം വരെയുള്ള സം ഇൻഷുർഡിന് ഡെയിലി 800 രൂപ വെച്ചും 15 ലക്ഷത്തിന് മുകളിലുള്ള സം ഇൻഷുർഡിന് ഡെയിലി 1000 രൂപ വെച്ചും 6 ദിവസം നമുക്ക് ലഭിക്കുന്നതാണ്. അതായത് 6 ദിവസമോ അതിൽ കൂടുതലോ നമ്മൾ അഡ്മിറ്റ് ആണെങ്കിൽ 6 ദിവസം നമുക്ക് ഈ ഒരു എമൗണ്ട് ലഭിക്കുന്നതാണ്. പിന്നീടുള്ള ഒരു ഫെസിലിറ്റിയാണ് സെക്കൻഡ് ഒപ്പീനിയൻ. നമുക്കറിയാം, നമുക്കൊരു ഡോക്ടർ ഒരു പ്രൊസീജിയറോ ഒരു സർജറിയോ ഒരു ട്രീറ്റ്മെൻറ്റോ നിർദ്ദേശിച്ചാൽ നമ്മൾ മറ്റൊരു ഡോക്ടറോട് കൂടി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാറുണ്ട് അല്ലേ? ഇവിടെ കമ്പനി തന്നെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാനായി ഒരു ഡോക്ടറിനെ നമുക്ക് തരികയാണ്. നമുക്ക് കമ്പനി ഡോക്ടറിനോട് തന്നെ സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാൻ പറ്റും. പക്ഷേ വർഷത്തിൽ ഒരു തവണ മാത്രമേ ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെയുള്ള മറ്റൊരു ഫീച്ചറാണ് ഈ കൺസൾട്ടേഷൻ. നമുക്കറിയാം, നമ്മൾ കോവിഡ് സമയത്തൊക്കെ ഇത് മാക്സിമം ഉപയോഗിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന്. അപ്പോൾ നമ്മൾ ഫോണിൽ കൂടി ഡോക്ടറിനെ വിളിച്ച് അഡ്വൈസും ട്രീറ്റ്മെൻറ്റും നേടാറുണ്ടായിരുന്നു. ഇവിടെ അതുപോലെ തന്നെയാണ്. നമുക്ക് ഓൺലൈനായി അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ ഫോൺ ചെയ്ത് നമ്മളുടെ സിറ്റുവേഷൻ പറഞ്ഞ് നമുക്ക് കൺസൾട്ട് ചെയ്യുകയും അഡ്വൈസ് എടുക്കുകയും ചെയ്യാം. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, ഈ കൺസൾട്ടേഷന് പരിധികളില്ല. നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഒരു വർഷം ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞ സെക്കൻഡ് ഒപ്പീനിയന് വർഷത്തിൽ ഒരു തവണ മാത്രമേ പാടുള്ളായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഈ കൺസൾട്ടേഷൻ നടത്താം. അതുപോലെ മറ്റൊരു ഫീച്ചറാണ് ആയുഷ്. ആയുഷ് എന്ന് പറഞ്ഞാൽ ആയുർവേദ, യോഗ ആൻഡ് നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, ഇതെല്ലാം തന്നെ ഈ ഒരു പോളിസിയിൽ കവർ ചെയ്യുന്നുണ്ട്. ഈ എല്ലാ ട്രീറ്റ്മെൻറ്റിനും കവറേജ് നിവാബൂപ്പ റീഅഷ്യൂർ 2.0 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആക്സിഡന്റ് മൂലമുള്ള ഡെന്റൽ ട്രീറ്റ്മെന്റിന് ഈ പോളിസി കവറേജ് നൽകുന്നുണ്ട്. ഇനി നമുക്ക് നിവാബൂപ്പ റീഅഷ്യൂർ 2.0 ആഡ് ചെയ്യാൻ പറ്റുന്ന റൈഡേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രീമിയം കൂടുതൽ അടച്ച് ഓരോ ഫെസിലിറ്റികൾ നമ്മൾ ഈ പോളിസിയോട് കൂടെ ആഡ് ചെയ്യുന്നതാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. ആദ്യത്തെ റൈഡറാണ് ഹോസ്പിറ്റൽ ക്യാഷ്. 48 മണിക്കൂറോ അതിൽ കൂടുതലോ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ 10 ലക്ഷം വരെയുള്ള സം ഇൻഷുർഡിന് ദിവസം 1000 രൂപ വെച്ചും 10നും 15നും ഇടയ്ക്കുള്ള സം ഇൻഷുർഡിന് ദിവസം 2000 രൂപ വെച്ചും 15 ലക്ഷത്തിന് മുകളിലുള്ള സം ഇൻഷുർഡിന് ദിവസം 4000 രൂപ വെച്ചും 30 ദിവസം വരെ കമ്പനി നമുക്ക് നൽകും. നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന സമയത്ത് ജോലിക്ക് പോകാൻ സാധിക്കില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്കൊരു ചെറിയ കൈത്താങ്ങ് എന്ന രീതിയിലാണ് നിവാബൂപ്പ ഈ ഒരു ഫെസിലിറ്റി നൽകുന്നത്. ഇത് 30 ദിവസം വരെ നൽകുന്നുണ്ട്. അടുത്ത ഒരു റൈഡറാണ് പേഴ്സണൽ ആക്സിഡന്റ് ബെനിഫിറ്റ്. പോളിസി എടുത്തതിന് ശേഷം 365 ദിവസത്തിനുള്ളിൽ ഇൻഷുർഡ് വ്യക്തി ഒരു അപകടം മൂലം മരണപ്പെടുകയോ പെർമനന്റ് ഡിസബിലിറ്റി സംഭവിക്കുകയോ പാർഷ്യൽ ഡിസബിലിറ്റി സംഭവിക്കുകയോ ചെയ്താൽ കമ്പനി ഒരു തുക നൽകും. എന്നാൽ ഇത് ഒരു തവണ മാത്രമേ അനുവദിക്കത്തുള്ളൂ. സേഫ് ഗാർഡ് എന്നും സേഫ് ഗാർഡ് പ്ലസ് എന്നും പറയുന്ന 2 റൈഡേഴ്സ് ഉണ്ട്. സേഫ് ഗാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസ്യൂമബിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, അതായത് ഗ്ലൗസ്, PPE കിറ്റ്, മാസ്ക്, സിറിഞ്ചസ്, ഇവയ്ക്കെല്ലാം 70% വരെ ക്ലെയിം ലഭിക്കും. ബാക്കി 30% നമ്മൾ അടയ്ക്കണം. അതുപോലെ നമ്മളുടെ ഒരു വർഷത്തെ ക്ലെയിം എമൗണ്ട് 50,000-ൽ താഴെയാണെങ്കിൽ നമ്മൾ നോ ക്ലെയിം ബോണസിന് എലിജിബിൾ തന്നെയാകും. അതായത് നമുക്കറിയാം, നോ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞാൽ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ ആണ് എലിജിബിലിറ്റി കിട്ടുന്നത്. പക്ഷേ 50,000-ൽ താഴെയാണ് നമ്മൾ ഒരു വർഷത്തെ ക്ലെയിം എങ്കിൽ സേഫ് ഗാർഡിലൂടെ നമുക്ക് നോ ക്ലെയിം ബോണസ് ലഭിക്കുന്നതാണ്. ഈ 50,000 രൂപ അവിടെ ഡിഡക്റ്റ് ആവുന്നില്ല. സേഫ് ഗാർഡ് പ്ലസ് എന്ന റൈഡറിൽ ഇതുമായിട്ട് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. 99.9% എമൗണ്ടും കൺസ്യൂമബിൾസിന് ക്ലെയിം ചെയ്യാവുന്നതാണ്. കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. സേഫ് ഗാർഡിൽ 70% ആയിരുന്നു, ഇവിടെ 99.9% ആണ് കമ്പനി പറയുന്നത്. അതുപോലെ ഒരു വർഷം നമ്മൾ ക്ലെയിം ചെയ്ത തുക 1 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നോ ക്ലെയിം ബോണസിന് നമ്മൾ അർഹരാണ്. അടുത്തത് കോ പേയ്മെൻ്റ് ആണ്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കോ പേയ്മെൻ്റ് എന്നാൽ നമ്മളൊരു നിശ്ചിത ശതമാനം പോളിസി എടുക്കുന്ന സമയത്ത് തന്നെ തിരഞ്ഞെടുക്കുന്നു. ഓരോ ഹോസ്പിറ്റൽ ബില്ലിലും ആ ശതമാനം നമ്മൾ അടയ്ക്കണം. ബാക്കിയാണ് കമ്പനി അടയ്ക്കുന്നത്. ഉദാഹരണം, 20% നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് ഒരു കോ പേയ്മെൻ്റ് എന്ന രീതിയിൽ വെച്ചിരിക്കുന്നതെങ്കിൽ ഓരോ ഹോസ്പിറ്റൽ ബില്ലിലും 20% നമ്മളും 80% കമ്പനിയുമാണ് അടയ്ക്കുന്നത്. ഇത് ഓരോ ക്ലെയിമിലും ബാധകമാണ്. അടുത്ത ഒരു റൈഡറിലൂടെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ്, അതായത് നമുക്ക് പോളിസി എടുക്കുന്ന സമയത്ത് ഉള്ള അസുഖങ്ങളുടെ
വെയിറ്റിംഗ് പീരീഡ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇത് പോളിസി എടുക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു റൈഡർ എടുക്കണം. നമുക്ക് റിന്യൂവലിൻ്റെ സമയത്തൊന്നും ഇതെടുക്കാൻ സാധിക്കില്ല. ഈ ഒരു റൈഡറിലൂടെ 31-ാം ദിവസം മുതൽ, അതായത് പോളിസി ഇഷ്യൂ ആയി കഴിഞ്ഞ് 31-ാം ദിവസം മുതൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിനും നമുക്ക് ക്ലെയിം ലഭിക്കുന്നതാണ്. അതുപോലെ റൂം ടൈപ്പ് മോഡിഫിക്കേഷൻ, ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്ക് ഏത് റൂം വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ നിവാബൂപ്പ റിയഷ്യൂർ 2.0 സൗകര്യമുണ്ട്. എന്നാൽ നമ്മൾ ഒരു കുറഞ്ഞ റൂമാണ് പോളിസി എടുക്കുന്ന സമയത്ത് സെലക്ട് ചെയ്യുന്നത് എന്ന് വെക്കുക. അതായത് എനിക്ക് ഈ റൂം മതി, എനിക്ക് കൂടിയ റൂം വേണ്ട, ഈ റൂം മതി എന്ന് പറഞ്ഞ് നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് സെലക്ട് ചെയ്തു എന്ന് വെക്കുക. നമ്മളൊരു ക്ലെയിമിനായി അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിഷനായി ചെല്ലുന്ന സമയത്ത് ആ റൂം അവൈലബിൾ അല്ല, അതിലും കൂടിയ റേറ്റുള്ള റൂംസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എങ്കിൽ ചെറിയൊരു കോ പേയ്മെൻറ്റിലൂടെ നമുക്ക് ആ റൂമിൽ അഡ്മിറ്റ് ആവുന്നതാണ്. അടുത്ത ഒരു റൈഡറിൻ്റെ പേരാണ് ആനുവൽ അഗ്രിഗേറ്റ് ഡിഡക്റ്റബിൾ. പോളിസി എടുക്കുന്ന സമയത്ത് നമ്മളൊരു നിശ്ചിത തുക സെലക്ട് ചെയ്യണം. ഉദാഹരണം 20,000, 30,000, 50,000. ഈ ഒരു എമൗണ്ട് നമ്മളുടെ ആദ്യത്തെ ഹോസ്പിറ്റൽ ബില്ലിൽ നമ്മൾ അടയ്ക്കണം. ബാലൻസ് എമൗണ്ട് ആണ് കമ്പനി അടയ്ക്കുന്നത്. കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ നമ്മൾ 20,000 രൂപ ആനുവൽ ഡിഡക്റ്റബിൾ ആയിട്ട് വെക്കുന്നു. നമുക്ക് ഫസ്റ്റ് വന്നേക്കുന്ന ക്ലെയിമിൽ 25,000 വന്നെങ്കിൽ 20,000 രൂപ നമ്മൾ അടയ്ക്കണം, 5,000 രൂപ കമ്പനി അടയ്ക്കും. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. നമുക്ക് ഫസ്റ്റ് ക്ലെയിമിൽ 10,000 രൂപയാണ് വന്നതെന്ന് വയ്ക്കുക. നമ്മളുടെ അഗ്രിഗേറ്റ് ഡിഡക്റ്റബിൾ 20,000 ആണ്. അപ്പോൾ 10,000 രൂപ നമ്മൾ അടയ്ക്കണം. അടുത്ത ക്ലെയിമിൽ നമ്മളുടെ 10,000 ഓൾറെഡി അവിടെ ഉണ്ടല്ലോ. അടുത്ത ക്ലെയിമിൽ 10,000-ൽ കൂടുതൽ വന്നാൽ 10,000 നമ്മൾ അടയ്ക്കണം. ബാലൻസ് എമൗണ്ട് ആണ് കമ്പനി അടയ്ക്കുന്നത്. ഇനി നിവാബൂപ്പ റിയഷ്യൂർ 2.0 എന്ന പോളിസി ആർക്കൊക്കെ എടുക്കാം എന്ന് നമുക്ക് നോക്കാം. 91 ദിവസം മുതൽ 99 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പ്രോഡക്റ്റ് എടുക്കാൻ സാധിക്കുന്നത്. അഡൾട്ട് ആയിട്ടുള്ള ഒരാളുടെ എൻട്രി ഏജ് എന്ന് പറയുന്നത് 18 വയസ്സാണ്. ഇൻഡിവിജ്വൽ പോളിസിയായും ഫാമിലി ഫ്ലോട്ടർ പോളിസിയായും ഈ പോളിസി നമുക്ക് എടുക്കാവുന്നതാണ്. ഫാമിലി ഫ്ലോട്ടർ പോളിസിയിൽ ഒരു പ്രപ്പോസറും സ്പൗസും 4 കുട്ടികളെ വരെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലെ സം ഇൻഷുർഡ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. 5 ലക്ഷം മുതൽ 1 കോടി വരെയാണ് സം ഇൻഷുർഡ്. നമുക്കറിയാം റിയഷ്യൂർ 3.0-ൽ സം ഇൻഷുർഡ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ലായിരുന്നു. ഇവിടെ 2.0-ൽ 5 ലക്ഷം മുതൽ 1 കോടി വരെയാണ് സം ഇൻഷുർഡ്. അതുപോലെ റിന്യൂവൽ പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് 3 വർഷത്തേക്കാണ്. ഈ 3 വർഷത്തേത് നമ്മൾ ഒരുമിച്ച് അടച്ചാൽ, 3 വർഷത്തെ പ്രീമിയം ഒരുമിച്ച് അടച്ചാൽ രണ്ടാമത്തെ വർഷത്തിൽ 7.5%, മൂന്നാമത്തെ വർഷത്തിലെ 15% നമുക്ക് പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് ലഭിക്കും. 2 വർഷത്തെ ഒരുമിച്ചാണ് അടയ്ക്കുന്നതെങ്കിൽ രണ്ടാം വർഷത്തെ പ്രീമിയത്തിൽ 7.5% ഡിസ്കൗണ്ടും ലഭിക്കും. ഇത് 3 വർഷത്തെ കണക്ക് ഞാൻ പറഞ്ഞേ ഉള്ളൂ. നമുക്ക് ലൈഫ് ടൈം റിന്യൂവൽ ആണ് കമ്പനി നൽകുന്നത്. 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇത് റിന്യൂ ചെയ്തേ പോകാം. പോളിസി എടുക്കുന്ന സമയത്ത് നമുക്കൊരു പ്രീ മെഡിക്കൽ ചെക്കപ്പ് ആവശ്യമായി വരുന്നില്ല. അണ്ടർ റൈറ്റിംഗ് ടീം നമ്മളുടെ പോളിസി ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്ത് നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം നിയർ ബൈ ഒരു ലാബിലേക്ക് നമ്മളെ റെഫർ ചെയ്യും. നമ്മൾ അവിടെ മെഡിക്കൽ ടെസ്റ്റ് നടത്തി റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. ഇത് അണ്ടർ റൈറ്റിംഗ് ടീം തീരുമാനിക്കുന്നത് നമ്മുടെ പ്രായവും ആരോഗ്യസ്ഥിതിയും അനുസരിച്ചാണ്. ഇനി അവസാനമായി നിവാബൂപ്പ റിയഷ്യൂർ 2.0-യുടെ വെയിറ്റിംഗ് പീരീഡുകളെ പറ്റി നമുക്ക് നോക്കാം. ബാക്കി എല്ലാ പ്രോഡക്റ്റുകളും പോലെ തന്നെ 30 ദിവസമാണ് ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ്. ഈ ഒരു വെയിറ്റിംഗ് പീരീഡിൽ ആക്സിഡൻറ്റ് അല്ലാത്ത ബാക്കി ഒരു ഡിസീസസും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിഷനും കവർ ചെയ്യുന്നതല്ല. അത് കഴിഞ്ഞിട്ടുള്ള പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിൻ്റെ വെയിറ്റിംഗ് പീരീഡ് 3 വർഷമാണ്. അതുപോലെ സ്പെസിഫിക് ഇൽനസിൻ്റെ വെയിറ്റിംഗ് പീരീഡ് 2 വർഷവുമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിൻ്റെ വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കാനുള്ള ഒരു റൈഡർ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിരുന്നു. ആ റൈഡർ എടുക്കുകയാണെങ്കിൽ 31-ാം ദിവസം മുതൽ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിന് നമുക്ക് കവറേജ് ലഭിക്കുന്നതാണ്. അപ്പോൾ നിവാബൂപ്പ റിയഷ്യൂർ 2.0-യുടെ റിവ്യൂ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ നേരത്തെ ചെയ്ത 3.0-യുമായി കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടോ, 2.0 ആണോ 3.0 ആണോ എടുക്കേണ്ടതെന്ന്? എങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച്, നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഏതാണ് നല്ല ഒരു പ്രോഡക്റ്റ് എന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് നിങ്ങളെ അറിയിക്കാം. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും ഓരോ പ്രോഡക്റ്റിനെ പറ്റി അറിയാനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ. എലിഫൻ്റ ഇൻഷുറൻസ്.